കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദേശ പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം പരിഹാരമായി വിദേശ വിദ്യാഭ്യാസ എക്സ്പോ സംഘടിപ്പിച്ച ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഏപ്രിൽ 12-ന് കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചായിരുന്നു എക്സ്പോ സംഘടിപ്പിച്ചത്. ഈ കാലയളവിൽ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിലൂടെ 50,000-ത്തിലധികം വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിന് പറഞ്ഞയക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഡയറക്ടർ റിജുലേഷ് വട്ടപ്പറമ്പിൽ പറഞ്ഞു. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ UK-ലാണ് 2008 മുതൽ UK-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 50,000+ സ്റ്റുഡൻസുകളെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല സ്റ്റുഡൻ്റ് ഉള്ളത്, കേരളത്തിൻ്റെ പുറമെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെന്നൈ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, പഞ്ചാബ്, അതുപോലെ തന്നെ മറ്റുള്ള കൺട്രീസിലുണ്ട് ലൈക്ക് ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, നൈജീരിയ, ഫിലിപ്പീൻസ്, ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് പിള്ളേരുണ്ട്. ഇപ്പോൾ ഈ ഒരു വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. ലാസ്റ്റ് ഒരു 5 to 6 years ആയി. ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും അത് വിദ്യാർത്ഥികൾ പുറത്തു പോയി പഠിക്കുക എന്നുള്ളൊരു ട്രെൻഡിങ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ എക്സ്പോയിലൂടെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഞാൻ +2 കഴിഞ്ഞ് വിദേശത്ത് പോകാനുള്ള പ്ലാനിലായിരുന്നു. സോ ഞാനിവിടെ പല യൂണിവേഴ്സിറ്റി നോക്കി. ഞാൻ മെയിനായിട്ട് UK നോക്കിയത്. അവരൊരുപാട് പ്ലാൻസും ഐഡിയാസും പറഞ്ഞു തന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. മാത്രമല്ല ഇവർ പറയുന്ന കോഴ്സസൊക്കെ നമുക്ക് മിക്കവാറും അത് പറ്റുമെന്നുള്ള നമുക്ക് ബോധ്യമുണ്ട്. അപ്പം നമ്മളത് അറ്റൻഡ് ചെയ്യുമ്പോഴും അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും ഏത് കോഴ്സാണ്, എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, അതിൻ്റേതായിട്ടുള്ള രീതികൾ എന്തുവാ. അപ്പോൾ നമുക്കതൊക്കെ എളുപ്പം മനസ്സിലാവുക, നമ്മൾ അതിനോട് നമുക്കിനി എങ്ങനെ അത് എയിമിലേക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ഈ ഒരു എക്സ്പോ. ഞങ്ങൾ 2 കൗൺസിലേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. നമ്മളൊത്തിരി പണം ചിലവാക്കി തന്നെയാണല്ലോ കുട്ടികളെ വിടുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർക്കൊരു ഫീഡ്ബാക്ക് അവിടെ കിട്ടുകയും ചെയ്യണമല്ലോ. എത്രത്തോളം അവരുടെ സർവീസ് അവിടെ കിട്ടുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലും കൗണ്ടറുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ എക്സ്പോയ്ക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ട്വിൻ ബ്രദേഴ്സാണ് എത്തിയിട്ടുള്ളത്. എന്താ പേര്? എൻ്റെ പേര് അലൻ. രണ്ടുപേരും ഒരു രാജ്യത്തേക്കല്ലേ? ജർമ്മനിലേക്ക് തന്നെ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അല്ല, ഒരേത് നോക്കണ്ട, രണ്ടും നോക്കണ്ട. സംസാരിച്ചു, അവരോട് സംസാരിച്ചായിരുന്നു. കുറേയൊക്കെ ഡൗട്ടൊക്കെ അവർ ക്ലിയർ ചെയ്ത്. സ്കോളർഷിപ്പ്, അവർ ഫീസിൻ്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. ഹെൽപ്ഫുള്ളായിരുന്നു. എക്സ്പോ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു വിശ്വാസമാണ്, നല്ലൊരു കോൺഫിഡൻസ് അവർ തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് നല്ലൊരു കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ ടെൻഷനൊക്കെ ഇപ്പോൾ പകുതി കുറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. നമുക്ക് ആദ്യം ഒരു അഫോർഡബിൾ ആകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള സ്കോളർഷിപ്പൊക്കെ അവർ പറഞ്ഞു തന്നെ കറക്റ്റായിട്ട്. പിന്നെ അത് ഞങ്ങൾക്ക് ഹാപ്പിയായി. നല്ല എക്സ്പീരിയൻസ്, നല്ലപോലെ അവർ വിവരിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് പ്ലേസ്മെൻ്റ് ഉണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുമോ കൂട്ടത്തിൽ, അങ്ങനെയൊക്കെ. 20 hours 1 വീക്കിൽ ഉള്ളത്. അപ്പോൾ 20 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 വർഷത്തെ കോഴ്സാണിത്. അവർ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. UK താല്പര്യം ഉണ്ടായിരുന്നില്ല, ജോർജിയ നോക്കി. അങ്ങനെ 2 രാജ്യത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. BSc നഴ്സിംഗ് മോന് വേണ്ടിയാണ്. എക്സ്പോയിൽ വന്നിട്ട് വളരെ കൂടുതൽ രാജ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റി. എല്ലാം വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ സ്കോളർഷിപ്പുകളെക്കുറിച്ച് അറിയാൻ സാധിച്ചു. പിന്നെ IELTS വേണ്ടത് വേണ്ടാത്തത് അതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ചെറിയൊരു ഭയമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതെല്ലാം പറഞ്ഞു തന്നപ്പോൾ ഏറെക്കുറെ അത് എല്ലാം മാറിയിട്ടുണ്ട്. രണ്ടുപേരും എബ്രോഡ് പോകാൻ നിൽക്കുകയാണോ? അതെ അതെ. ഏത് രാജ്യമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഓസ്ട്രേലിയയാണ് ചൂസ് ചെയ്തത്. ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഏത് കോഴ്സാണ്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സുകളാണ്. കിട്ടിയോ? ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നു പറഞ്ഞു തന്നു. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തില്ല, നിലവിൽ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റി. പോർട്സ്മൗത്ത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇവിടെ വന്നേക്കണ ഏതെങ്കിലും ഒന്ന് നോക്കണം. സ്കോളർഷിപ്പ്, ഫീസ്, ട്യൂഷൻ ഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് പറ്റിയ സേഫിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നീട് നമ്മൾ ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ വയ്ക്കാനുള്ള ഇങ്ങനെ.
UK, USA, കാനഡ, ജർമ്മനി, അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ എക്സ്പോയിൽ പങ്കെടുത്തു. My name is Malu. I'm the country manager for De Montfort University. It's in the UK. We come from Leicester. We have 2 campuses in UK, one in Leicester and one in London. And today I'm at the Global Study Link Education Expo, wherein I happen to meet a couple of really good students, and I'm hoping to see them in Leicester as well. I represent Brunel University of London as I'm the International Officer of India, and I've also studied from Brunel myself as well. So if you're looking for a university which has a single site campus, has scholarships ranging between 3 to 6,000 pounds, and even more if you want to apply for a 10,000 pound scholarship as well, then reach out to us. We have scholarships in different areas, whether you want to go for nursing or business school or computer science or any other areas in health or engineering or those areas, and you can contact us. I'm representing Webster University, which is in Geneva, Switzerland. We have this university, it's a US-based university, and we have 50 campuses worldwide, and is one of the first ranked university, #1 private university in Switzerland. We have the courses available, which is the computer science, cybersecurity, business management, psychology. We have all these programs available with us. I'm the Sales and Marketing Manager for Business and Hotel Management School, Switzerland. We are based out of Luzern, which is 40 minutes away from Zurich. We offer business, hospitality and culinary programs. So I'm looking forward to meeting students who are interested and want to pursue their career in these fields. I'm the regional advisor for University of Greenwich. Greenwich is based in UK. It's a London-based university. We are truly Londoners. So we offer more than 300 programs, both in UG and PG level. We have all the courses like, engineering, business, health science, then creative programs, then we have, all the computer science, then animation. Plenty of programs are available in Greenwich. We are having 3 campuses over there. So we have 2 campuses in London and 1 is in Kent. And we offer a lot of scholarships and bursaries for our international students. Currently, I'm at Global Study Link Fair coaching, and I'm meeting a lot of quality students over here. Hello everyone, my name is Subul Kaushik. I look after the operations for University of Hertfordshire for the South Asia region. I'm today at the Global Study Link Fair in Kochi. They're one of our largest partner in the region. And Hertfordshire is one of the largest UK university with highest recruitment from the region. We're very popular in different areas, like especially in business, IT, health, very big in nursing. I'm actually in Kerala. Nursing is massively big. So we are also starting up with our medicine school next year. And it's a very affordable university around London, so just 22 minutes from central London. +2 ഡിഗ്രി PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ തരം കോഴ്സുകളിലേക്കുള്ള സ്കോളർഷിപ്പ് അവസരങ്ങൾ, ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ സർവകലാശാല പ്രതിനിധികളിൽ നിന്നും ബ്രിട്ടീഷ് സർട്ടിഫൈഡ് കൗൺസിലർമാരിൽ നിന്നും മനസ്സിലാക്കാനും ഈ വിദേശ വിദ്യാഭ്യാസ പ്രദർശനത്തിലൂടെ സാധിച്ചു. ഏതാണ്ട് 44ഓളം രാജ്യങ്ങളിലേക്ക് 3200ഓളം യൂണിവേഴ്സിറ്റികളിലായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിട്ട് 70,000-ലധികം പ്രോഗ്രാംസിന് അഡ്മിഷനുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സാധിക്കുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഇവിടെ കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. Every year we have a expo here. Almost 20 to 23 countries in the universities വരും. And this is an opportunity for ഞങ്ങളുടെ സ്റ്റുഡൻസിന് എല്ലാം വൺ റൂമിൽ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആൻഡ് ദേ ഹാവ് n number of queries. സ്റ്റുഡൻറ്റിൻ്റെ ഒരു പാരൻസിൻ്റെ കാലിൽ നിന്ന് നോക്കുമ്പോൾ they'll have n number of questions to ask the university people. So this is a nice platform for them to ask about living cost, part-time jobs, everything they can get in one information create. That is the best thing. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എക്സ്പോയിൽ പങ്കെടുക്കാൻ എത്തി.